വിജയമായി കാണുകയാണ്. ഇത് ജനങ്ങളുടെ വിജയമാണ്, ഇത് BJP പ്രവർത്തകരുടെ വിജയമാണ്. തിരുവനന്തപുരത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന വിജയമാണ്. അഴിമതി ഇല്ലാത്തൊരു ഭരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ തരത്തിൽ ഒരു വിജയം ഉണ്ടായി. BJP ആ തരത്തിൽ തന്നെ മുമ്പോട്ട് പോകും. NDA ആ തരത്തിൽ മുമ്പോട്ട് പോകും. വലിയ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. ആ തെരഞ്ഞെടുപ്പിലാണ് ഇങ്ങനെ ഒരു ചരിത്ര വിജയം. സത്യം, ജനാധിപത്യപരമായിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്ത് CPM പ്രവർത്തിച്ചിട്ട് പോലും ജനങ്ങൾ BJPയുടെ നേതൃത്വത്തിലുള്ള NDA സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഒരു വശത്ത് NDAയുടെ ആഹ്ലാദ പ്രകടനം. രമേശ് ചെന്നിത്തല എടുത്തു പറഞ്ഞിരിക്കുന്നു, ശബരിമല സ്വർണ്ണപ്പാളിയാണ് വലിയ തിരിച്ചടിക്ക് ഇടയാക്കിയത് എന്നുള്ളത്. അപ്പോൾ ഇനി UDF കോർപ്പറേഷനുകളിലേക്ക് മത്സരിച്ച് വിജയിച്ച BJP സ്ഥാനാർത്ഥികൾ ഓരോരുത്തരായി പാർട്ടി ആസ്ഥാനത്തേക്ക് എത്തുകയാണ്. അതാണ് VV രാജേഷ് പറഞ്ഞത്. ഇങ്ങനെ ചെറു സംഘങ്ങളായി വന്ന് അവർ പിന്നീട് വിജയയാത്ര തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പാർട്ടി ആസ്ഥാനത്ത് വലിയ ആഹ്ലാദം നമുക്ക് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നു. അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരം നഗരത്തിലൂടെ വിജയയാത്ര നടത്തുമെന്നുള്ളതാണ്. S സുരേഷിനെ പോലെയുള്ളവർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ അനൂപിനെ പോലെയുള്ളവരെ ഒക്കെ ഏതെങ്കിലും തരത്തിൽ ഒരു ഭിന്നതകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുപോലും മറികടന്നുകൊണ്ട് NDA നേടിയിരിക്കുന്ന ഒരു തിളക്കമാർന്നിട്ടുള്ള വിജയം. എന്തായിരിക്കും സംസ്ഥാന അധ്യക്ഷൻ പറയാൻ പോകുന്നത്? അഭിലാഷ്, ഞാൻ അതാണ് ഉറ്റുനോക്കുന്നത്. 2026 ആ ഒരു സാമ്പിൾ വെടിക്കെട്ട് ഞങ്ങളിതാ പൊട്ടിച്ചിരിക്കുന്നു തിരുവനന്തപുരത്ത് എന്നാകുമോ രാജീവ് ചന്ദ്രശേഖർ പറയുക? തീർച്ചയായും രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനകരമാകുന്ന നേട്ടം തന്നെയാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ പാരമ്പര്യമൊന്നും അവകാശപ്പെടാനില്ലാത്ത രാജീവ് ചന്ദ്രശേഖർ, ഇലക്ട്രോണിക്സ് മേഖലയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന രാജീവ് ചന്ദ്രശേഖർ, വ്യവസായി എന്ന നിലയിൽ പ്രവർത്തിച്ച് മാത്രം പരിചയമുള്ള രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന പദവിയിലേക്ക് എത്തുമ്പോൾ ചോദ്യങ്ങൾ നിരവധിയായിരുന്നു. പാർട്ടിക്കകത്ത് പോലും സംശയങ്ങൾ നിരവധിയായിരുന്നു. പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാനും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ മികവുറ്റ പ്രകടനം കാഴ്ചവെക്കാനും രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഉള്ള ഒരു നേതാവിന് സാധിക്കുമോ എന്നതായിരുന്നു. രാഷ്ട്രീയം പറയുന്നില്ല എന്ന് BJPക്ക് അകത്തുനിന്ന് വിമർശനം വന്നതാണ്. നമുക്കറിയാം, നിലമ്പൂർ ഇലക്ഷന്റെ സമയത്ത് അന്ന് പറഞ്ഞു നോക്കുന്നത് നിലമ്പൂർ തെരഞ്ഞെടുപ്പല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പാണ്, അവിടെ തെളിയിക്കുമെന്നാണ് പറഞ്ഞത്. അത് തെളിയിച്ചിരിക്കുന്നു എന്ന് മറുപടി BJPക്ക് അകത്തുള്ള ഒരു വിഭാഗത്തിന് കൂടിയാണ്. തിരുവനന്തപുരം നഗരത്തിലൂടെ സഞ്ചരിച്ചവർക്ക് കാണാൻ സാധിക്കുമായിരുന്നു അവരുടെ മുദ്രാവാക്യങ്ങളെല്ലാം ഇനി മാറും, മാറാത്തത് മാറും എന്നത് തന്നെയായിരുന്നു. അങ്ങനെ ഒരു മാറ്റമായിരുന്നു BJPയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലും BJP എന്ന രാഷ്ട്രീയ സംഘടന നടത്തിയത്. ആ മാറ്റം ഇതാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ്. ആ തലമാറ്റം എന്നത് തിരുവനന്തപുരത്തിന്റെ തലസ്ഥാന നഗരത്തിന്റെ മാറ്റമായി മാറുമോ എന്നതാണ് നമ്മൾ അല്പസമയത്തിനകം ആഘോഷം. ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തിരുവനന്തപുരത്തിന്റെ പുതിയ മേയർ, BJPയുടെ മേയർ സ്വീകരിക്കുന്നതുവരെ ഈ ആഘോഷം നടത്തി ശക്തി പ്രകടനം ഉറപ്പാക്കും BJP. NDA ഒരു തർക്കവുമില്ല. അല്പസമയത്തിനകം സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. ആരാകും BJPയുടെ മേയർ? VV രാജേഷ് ആകുമോ ഇത്തവണ മേയർ എന്നുള്ള ഒരു ചോദ്യം ഒക്കെ നിൽക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഈ മിനിറ്റ്? ഇടതുപക്ഷവും വലതുപക്ഷവും എങ്ങനെ BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താമെന്നതിന്റെ ആലോചനകളിലായിരിക്കുമെന്നതിൽ തർക്കമില്ല. അതായത് മറ്റുള്ളവർ ഒരുമിച്ച് നിന്നാൽ ഇടതുമുന്നണിയും വലതുമുന്നണിയും ഒപ്പം സ്വതന്ത്രരെ കൂട്ടി ഒരുമിച്ച് നിർത്തി BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കുമെങ്കിൽ അത്തരം ശ്രമങ്ങൾ ഉറപ്പായും തിരുവനന്തപുരത്ത് നടക്കുമെന്നതിൽ തർക്കമില്ല. ഇപ്പോഴിതാ പാർട്ടി ആസ്ഥാനത്ത് നിന്നുള്ള ആഘോഷത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇതാണ് BJP ആസ്ഥാനത്തെ കാഴ്ചയെങ്കിൽ BJP ഇതാ 51 എന്ന ആമാന്ത്രിക സംഖ്യയ്ക്ക് തൊട്ടടുത്ത് എത്തി നിൽക്കുന്നു എന്നതാണ്. വലിയ വാഗ്ദാനങ്ങളാണ് തിരുവനന്തപുരത്തിന് നൽകിയത്. ഇത്തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊണ്ടുവരും എന്നതടക്കം സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് 2036 ഒളിമ്പിക്സിനുള്ള വേദിയാക്കും തിരുവനന്തപുരത്തെ.
മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ 2036 ഒളിമ്പിക്സിന്റെ വേദിയാക്കി മാറ്റും. അങ്ങനെ യുവതലമുറയുടെ കായിക സ്വപ്നങ്ങൾ ശക്തിപ്പെടുത്തും. ഇതിനെല്ലാം വേണ്ടിയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ NDAക്ക് വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞിരുന്നു. ഇനി ഈ 2026 മിഷനിനകത്തും ഇത് ഉൾപ്പെടുത്തി 2030 ഇന്ത്യയിലെ മികച്ച നഗരങ്ങളിൽ ഒന്നാക്കി തിരുവനന്തപുരത്തെ മാറ്റും. അതിനുവേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യൂ എന്ന് രാജീവ് ചന്ദ്രശേഖർ ചോദിക്കുന്നുണ്ടായിരുന്നു. അതും അധികാരത്തിലെത്തിയാൽ 45 ദിവസത്തിനകം സമഗ്ര വികസന ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുമെന്ന് കൂടിയാണ്. എന്തായാലും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ, VV രാജേഷ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനോടൊപ്പമുണ്ട്. ഇതാ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനപ്പുറത്ത് അദ്ദേഹം അണികളെ അഭിസംബോധന ചെയ്യുന്നതാണോ എന്നതിലും വ്യക്തതയില്ല. എന്തു തന്നെയാണെങ്കിലും BJPയുടെ സംസ്ഥാന ആസ്ഥാനത്ത് വലിയ ആഘോഷം അലതല്ലുകയാണ്. भारत माता के जय जय BJP, जय जय NDA, जय जय BJP, जय जय NDA, बोलो भारत माता के वंदे वंदे वंदे। പ്രിയപ്പെട്ട നാട്ടുകാരെ, ഭാരതീയ ജനതാ പാർട്ടിയും NDAയും തിരുവനന്തപുരത്തും കേരളത്തിലും ചരിത്രപരമായിട്ടുള്ള നേട്ടം സ്വായത്തമാക്കിയ ദിനമാണ്. ഈ ദിനത്തിൽ തിരുവനന്തപുരത്ത് 101-ൽ 100-ൽ 50 സീറ്റുകളും വിജയിപ്പിച്ചുകൊണ്ട് അനന്തപത്മനാഭന്റെ താമരയെ ഈ വേദിയിൽ അതിന് നേതൃത്വം നൽകി ഈ മഹത്തായിട്ടുള്ള മുന്നേറ്റത്തിൽ കേരളത്തിലും തിരുവനന്തപുരത്തും നേതൃത്വം നൽകിയ BJPയുടെ സമാരാധ്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ വികസിത കേരളം വികസിത തിരുവനന്തപുരം എന്ന മുദ്രാവാക്യം മാത്രം ഉയർത്തി ഈ നാടിന്റെ സമ്മതിദാനം നേടിയെടുത്ത ഞങ്ങളുടെ പ്രിയങ്കരനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവേട്ടൻ, അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ മുഴുവൻ പ്രവർത്തകരെ ഒരുമിപ്പിച്ചുകൊണ്ട് ചരിത്രപരമായിട്ടുള്ള ഈ നേട്ടത്തിന് നേതൃത്വം നൽകിയ പാർട്ടിയുടെ ബഹുമാന്യനായിട്ടുള്ള ജില്ലാ അധ്യക്ഷൻ ശ്രീ കരമന ജയനവർകൾ, അതുപോലെ തന്നെ തിരുവനന്തപുരത്തുകാരനായി നിന്നുകൊണ്ട് തിരുവനന്തപുരത്തിന്റെ ഈ വിജയത്തിന് നെടുനായകത്വം വഹിച്ച മുൻ കേന്ദ്രമന്ത്രിയും പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ വി മുരളീധരൻ അവർകൾ, അതുപോലെ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ, ഇതുപോലെ തന്നെ ഒരു സാധാരണ പ്രവർത്തകനെ പോലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് പ്രവർത്തിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്ത ശ്രീ PK കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള, അതുപോലെ തിരുവനന്തപുരത്തിന്റെ ചാർജ് ചുമതലക്കാരനായിരുന്ന പാർട്ടിയുടെ ബഹുമാന്യനായിട്ടുള്ള സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ KS സോമൻ തിരുവനന്തപുരത്തിന്റെ ചുമതലക്കാരനായിരുന്നു. അദ്ദേഹം ഉൾപ്പെടെയുള്ള ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, ഇവിടെ പാർട്ടിയുടെ നരേറ്റീവും അതോടൊപ്പം തന്നെ പ്രവർത്തനത്തിനുമൊക്കെ നേതൃത്വം നൽകിയ ശ്രീ അനൂപ് ആന്റണി ഉൾപ്പെടെയുള്ള ശ്രീ G കൃഷ്ണകുമാർ, ശ്രീ VV രാജേഷ് ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ ശിവസേനയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ പേരൂക്കട ഹരികുമാർ ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ മുഴുവൻ നേതാക്കന്മാരും ഈ വേദിയിൽ സന്നിഹിതരാണ്.